എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാടൻ ബീഫ് കറി ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ ബീഫ് കറി ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ നെയ്യ് കൂടിയ ബീഫാണ്. ബീഫ് കറി ഉണ്ടാക്കാൻ എപ്പോഴായാലും കുറച്ച് നെയ്യുള്ള ബീഫ് എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഈ ബീഫ് വേവിച്ചെടുക്കുന്നതിനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇതിനെ മാറ്റാം. ഇപ്പോൾ ബീഫ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കുന്നതിനായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇതിൽ നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഈ ബീഫിലുള്ള വെള്ളം ഇറങ്ങി വന്നോളും. കൂടുതൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 പ്രഷർ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് 5 പ്രഷറൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയതിനു ശേഷം നമ്മൾ തുറന്നു നോക്കിയതാണ്. അപ്പോൾ ബീഫ് പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് നമ്മളൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കണം. ഇനി 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാളൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മസാലയുടെ പച്ചമണം പോകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം.
ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ മസാലകളൊക്കെ വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി മസാലയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് ഈ മസാലയായിട്ട് ഒന്ന് ചേർന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അതേപോലെ ഒന്ന് കുത്തി ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കാം മസാലയായിട്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് മസാലയിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് മസാലയൊക്കെ ആയിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു 6-7 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ 1 മിനിറ്റും കൂടി നിങ്ങളൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ഓക്കെ.